വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 3-ാം ക്ലാസ്സിലെ ടോക്കിംഗ് ടോയ്സ് എന്ന ലെസനാണ്. നമുക്ക് ഒന്ന് വായിച്ച് നോക്കാം. നോക്കിക്കേ, ചാപ്റ്റർ 5-ാമത്തെയാണ്, 5th ചാപ്റ്ററാണ് ടോക്കിംഗ് ടോയ്സ്. ലെറ്റ് us read. നമുക്ക് വായിക്കാം. ഇറ്റ് വാസ് എ ഹോളിഡേ. ഇതൊരു അവധി ദിവസമായിരുന്നു. ഹോളിഡേ മീൻസ് അവധി ദിവസം. ദ ലോക്കൽ മാർക്കറ്റ് വാസ് ഫുൾ ഓഫ് പീപ്പിൾ. ആ പ്രദേശത്തെ സ്ഥലമുണ്ട്, ചന്തസ്ഥലം. ലോക്കൽ മാർക്കറ്റ് മീൻസ് നമ്മൾ സാധനമൊക്കെ മേടിക്കാൻ പോകുന്ന ചന്തസ്ഥലത്തിനാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ലോക്കൽ മാർക്കറ്റ് നമ്മളൊക്കെ താമസിക്കുന്ന പ്രദേശത്തുള്ള ചെറിയ ചന്തസ്ഥലം, ഒരു പ്രദേശത്തുള്ള ചന്തസ്ഥലം. ദ ലോക്കൽ മാർക്കറ്റ് വാസ് ഫുൾ ഓഫ് പീപ്പിൾ. അവിടെ നിറയെ ആൾക്കാരൊക്കെ ഓരോന്ന് മേടിക്കാൻ ചെല്ലുന്ന. ദ ടോയ് ഷോപ്പ് ഓപ്പൺ അറ്റ് 9 AM. 9 മണിയായപ്പോഴാണ് ടോയ്സ് ഷോപ്പ് തുറന്നത്. അപ്പോഴോ ദെയർ വെർ മെനി ടോയ്സ്. അവിടെ ചെന്നപ്പം അതിൻ്റെ അകത്തുണ്ടല്ലോ 9 മണിക്ക് തുറന്ന ആ ടോയ് ഷോപ്പിൻ്റെ ഉള്ളിൽ ദെയർ വെയർ മെനി ടോയ്സ് ലൈക്ക് വുഡൻ ടോയ്സ്. അതിൻ്റെ അകത്ത് ഒത്തിരി കളിപ്പാടുണ്ടായിരുന്നു. എന്തൊക്കെ തരത്തിലുള്ള വുഡൻ ടോയ്സ് ഉണ്ട്, ലൈക്ക് വുഡൻ ടോയ്സ്, തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ടോയ്സ്. അതുപോലെയോ അതേതാണ് അവിടെ കണ്ടില്ലേ, ഒരു കുതിര കണ്ടോ, അതൊരു റോക്കിംഗ് ഹോഴ്സാണ്. ആ തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കയറി ഇരുന്നേച്ച് പിടിച്ചിരുന്നുകൊണ്ട് മുന്നോട്ടും പിന്നോട്ടേക്കും ആയും. സോ അതങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങും, ഇല്ല, മുന്നോട്ടും പിന്നോട്ടും നമുക്ക് കുതിപ്പിക്കാം. സോ ഇറ്റ് ഇസ് കോൾഡ് റോക്കിംഗ് ഹോഴ്സ്. അപ്പോൾ അങ്ങനത്തെ റോക്കിംഗ് ഹോഴ്സ് ഉണ്ട്, അത് ഉടനാണ്. പിന്നെ തടി കൊണ്ടുണ്ടാക്കിയ ലോറി കാണും, ബസ് കാണും, ചെറിയ വെഹിക്കിൾസൊക്കെ കാണും. അതെല്ലാം ഉടനാണ്, തടി കൊണ്ടുണ്ടാക്കിയതാണ്. വേറെ ചിലരുണ്ട് സോഫ്റ്റ് ടോയ്സ് ഉണ്ട്. നോക്കിക്ക്, അവിടെ ഒരു ആനക്കുട്ടി ഉണ്ടോ, ആനക്കുട്ടി തുണി കൊണ്ടുണ്ടാക്കിയകത്ത് സ്പോഞ്ച് നിറച്ചായിരിക്കും. സോ ഇറ്റ് ഈസ് സോഫ്റ്റ് ടു ടച്ച്. അതുകൊണ്ട് തൊഴാൻ നല്ല സ്മൂത്തായിരിക്കും. പിന്നെ പാവമുണ്ട് ഡോൾസ്. ആ ഡോൾസ് എല്ലാം തുണി കൊണ്ടുണ്ടാക്കിയായിരിക്കും, അതിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് ആയിരിക്കും. അതുകൊണ്ട് ഇറ്റ് ഈസ് സോഫ്റ്റ് ടു ടച്ച്, തൊടാൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. പിന്നെ ബോർഡ് ഗെയിംസ് ഉണ്ടല്ലേ, സ്നേക്ക് ആൻഡ് ലാഡർ ഉണ്ട്. പിന്നെയോ ചെസ് ബോർഡില്ലേ, അതൊക്കെ ബോർഡ് ഗെയിംസാണ്. പിന്നെ ബാറ്റുണ്ട്, ബാറ്റ് ഏറ്റവും മുകളിൽ തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ദെയർ വെയർ മെനി ടോയ്സ് ലൈക്ക് വുഡൻ ടോയ്സ്, സോഫ്റ്റ് ടോയ്സ്, ബോർഡ് ഗെയിംസ്, ബാറ്റ്സ് ആൻഡ് ബാറ്റുണ്ട്. പിന്നെയോ ആൻഡ് ബോൾസ് ആൻഡ് മെനി അതേഴ്സ്. ബോളുണ്ട്, മറ്റ് പല വസ്തുക്കളും ഉണ്ട്. ഓൾ ദ ടോയ്സ് ഇൻ ദ ടോയ് ഷോപ്പ്. ആ ടോയ് ഷോപ്പിലുള്ള മുഴുവൻ കളിപ്പാട്ടങ്ങളും വെയർ വെയിറ്റിംഗ് ടു സീ ഹൂ വുഡ് ബൈ ദം. അവർ കാത്തിരിക്കുന്നതിനറിയാം ആരാണ് തങ്ങളെ വാങ്ങിച്ചു പോകേണ്ടതെന്നറിയാൻ അവരിങ്ങനെ നോക്കിയിരിക്കുക. ആരെങ്കിലും വരുമ്പോൾ അവരെ വാങ്ങിച്ചുകൊണ്ട് പോകുമല്ലോ എന്നോർത്ത് ഇരിക്കുകയാണ്, കാത്തിരിക്കുക. ലുക്ക് ദയർ ഷൗട്ട് അറ്റ് ദ ടോയ് കിറ്റൻ. അവിടെ ടോയ് കിറ്റൻ ഇപ്പം കണ്ടില്ലേ, നീളത്ത് ചെവി, 2 ചെവി, കണ്ണും മൂക്കൊക്കെ ആയിട്ട്, ഒരു മൂക്കും 2 കണ്ണുമൊക്കെ ആയിട്ട് ഇരിക്കുന്ന പൂച്ചക്കുട്ടിയെ കണ്ടില്ലേ, അതാ ടോയ് ക്യാറ്റ്. ടോയ് കിറ്റൻ പറഞ്ഞു, കിറ്റൻ മീൻസ് പൂച്ചക്കുഞ്ഞ്. ആ ടോയ് കിറ്റൻ പറഞ്ഞു, ആ പൂച്ചക്കുഞ്ഞ് പറഞ്ഞു, ദേ സോ 2 ഗേൾസ് കമ്മിങ് ടുവേഴ്സ് ദം. ലുക്ക് ദയർ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങോട്ട് നോക്കിയേ, ദേ സോ 2 ഗേൾസ് കമ്മിങ് ടുവേഴ്സ് ദം, ടുവേഴ്സ് ദ ഷോപ്പ്. ഷോപ്പിലേക്ക് വരുന്ന 2 പെൺകുട്ടികളെ കണ്ടു. ബട്ട് ദേ പാസ്ഡ് ബൈ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ ടോയ്സ് ത്രൂ ദ വിൻഡോസ്. പക്ഷേ ഇയാൾ വിചാരിച്ച പോലെ, പൂച്ചക്കുഞ്ഞ് വിചാരിച്ചതല്ല, അങ്ങോട്ട് ചെന്നില്ല. അവരെന്ത് ചെയ്തു, ദേ പാസ്ഡ് ബൈ ജസ്റ്റ് ലുക്കിംഗ് ഇൻ ദ ടോയ്സ് ത്രൂ ദ വിൻഡോ. അത് ആ കടയിലൂടെ പുറത്ത് അങ്ങോട്ട് നടന്നുപോയി. വെറുതെ ആ ജല്ലിക്കൂടി നോക്കിയതേ ഉള്ളൂ, ടോയിനൊക്കെ നോക്കിക്കൊണ്ടങ്ങ് നടന്നുപോയി. ബട്ട് ദേ പാസ്ഡ് ബൈ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ ടോയ്സ് ത്രൂ ദ വിൻഡോസ്. വിൻഡോസിൽ കൂടെ അങ്ങോട്ട് കളിപ്പാട്ടത്തെ നോക്കിക്കൊണ്ട് അവരങ്ങോട്ട് നടന്നുപോയി. ഓ നോ എക്സ്ക്ലെയിംഡ് ഓൾ ദ ടോയ്സ് അറ്റ് വൺസ്. എല്ലാവരും കാത്തിരിക്കുകയല്ലേ, അക്ഷമയോടെ കാത്തിരിക്കുക. അപ്പം വിളിച്ചു പറഞ്ഞു, ഓ നോ എക്സ്ക്ലെയിം ദ ടോയ്സ് അറ്റ് വൺസ്. അയ്യോ, ഇന്നൊരു ഇടപാടാണ്, ഇങ്ങനെ വേണ്ടായിരുന്നു എന്നാണ് അവൻ മനസ്സ് പറയുന്നത്. അവർ വിളിച്ചു പറഞ്ഞ ടോയ്സ് പറഞ്ഞു, ഓ നോ എക്സ്ക്ലെയിംഡ് ഓൾ ദ ടോയ്സ് അറ്റ് വൺസ്. എല്ലാവരും ഇങ്ങനെ എക്സ്ക്ലെയിം ചെയ്തു. ആഫ്റ്റർ സം ടൈം, കുറച്ച് കഴിഞ്ഞിട്ട്, എ ഗേൾ ആൻഡ് എ ലിറ്റിൽ ബോയ് സ്റ്റോപ്ഡ് അറ്റ് ദ ഡോർ. ഒരു പെൺകുട്ടിയും ഒരു കൊച്ചു ആൺകുട്ടിയും
അതൊക്കെയാണ്. ആഫ്റ്റർ സം ടൈം എ ഗേൾ, ഒരു പെൺകുട്ടി, ആൻഡ് എ ലിറ്റിൽ ബോയ്, ഒരു കൊച്ചു ചെറുക്കൻ ആൺകുട്ടി, സ്റ്റോപ്ഡ് അറ്റ് ദ ഡോർ ഓഫ് ദ ടോയ് ഷോപ്പിൻ്റെ ഡോറിൻ്റെ അവിടെ വാതുക്കെ വന്നു. ദർ ഫാദർ സ്റ്റോപ്ഡ് ടു, അവരുടെ അച്ഛനുണ്ട്, അവർ നിന്നോടെ. ദ ഗേൾ പോയിൻറ്റഡ് അറ്റ് ദ ബോർഡ് ഗെയിംസ്, പെൺകുട്ടി എന്തിനാണ് കാണിച്ചു കൊടുത്തത്? ബോർഡ് ഗെയിംസ് ഒക്കെ ഉണ്ട് അവിടുത്തെ, അതോട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. എന്തായിരിക്കും, സ്നേക്ക് ആൻഡ് ലാഡർ വല്ലതും ആയിരിക്കും അല്ലേ? ഫൈനലി ഷീ ചോസ് ദ ഗെയിം സ്നേക്സ് ആൻഡ് ലാഡർ. അത് തന്നെ, അവൾ അവിടെയൊക്കെ തിരഞ്ഞെടുന്ന് പലതൊക്കെ നോക്കിയിട്ട് ഏറ്റവും ഒടുവിലെ സ്നേക്ക് ആൻഡ് ലാഡർ തന്നെ വാങ്ങിച്ചു. അതാണല്ലോ കളിക്കാൻ എളുപ്പം, അപ്പോൾ അതങ്ങ് വാങ്ങിച്ചു. ഓ സൈഡ് ദ ടോയ്സ് ടുഗെദർ, ഈ ടോയ്സ് എല്ലാം കൂടി അങ്ങോട്ട് നിശ്വസിച്ചു. അവർക്കൊരു ആശ്വാസം മനസ്സിൽ, എഴുത്തിനെ വിറ്റുമെങ്കിലും വിറ്റു പോയല്ലോ എന്ന്. നെക്സ്റ്റ് ദേ ഷോ എ വുമൺ ആൻഡ് ഹർ സൺ കമ്മിങ് ഇൻ. പിന്നെ ദേ ഷോ എ വുമൺ, ആ ഒരു സ്ത്രീയെ കണ്ടു. ആൻഡ് ഹെർ സൺ, അവരുടെ മകനുമുണ്ട്, കമ്മിങ് ഇൻ, അകത്തേക്ക് വരുന്നു. ദർ വാസ് എക്സൈറ്റ്മെൻറ്റ് ഇൻ ദ ഷോപ്പ്. ഷോപ്പിലാണ് ഭയങ്കര വൈകാരിക വിക്ഷോഭമുണ്ട്, മാനസിക വിക്ഷോഭം. എന്നാ പറഞ്ഞാൽ എന്താണ്, കളിപ്പാട്ടങ്ങളുടെ ഇലയിലൊക്കെ ഭയങ്കര സന്തോഷം. അതാ, ദർ വാസ് എക്സൈറ്റ്മെൻറ്റ് ഇൻ ദ ഷോപ്പ് എമംഗ് ദ ടോയ്സിൻ്റെ ഒക്കെ ഇടയിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായി. എ ടോക്കിംഗ് ഡോൾസൺ, സംസാരിക്കുന്ന ഒരു പാവ പറഞ്ഞു, ഇറ്റ് വുഡ് ബി സോ നൈസ്, വളരെ നന്നായേനെ. ഇറ്റ് വുഡ് ബി സോ നൈസ്, ഇത് വളരെ നന്നായേനെ. ഇഫ് ദേ പിക്ക് മീ അപ്പ്, അവരെന്നെ അങ്ങ് എടുത്തിരുന്നെങ്കിൽ. അപ്പോൾ ഡോള് അവിടെ ഇരിക്കില്ല, ഡോള് പറഞ്ഞു, എന്നെ അവരങ്ങ് എടുത്തിരുന്നെങ്കിൽ എന്ത് സന്തോഷമായേനെയും, എന്ത് നന്നായേനെയും. ഇറ്റ് വുഡ് ബി ഹാപ്പി ഇഫ് യു ചോസ് മീ, തോട്ട് ദ ടോയ് എലിഫൻ്റ് മനസ്സിൽ വിചാരിച്ചു. ഇറ്റ് വുഡ് ബി ഹാപ്പി ഇഫ് ദേ ചോസ് മീ, അവരെന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിലേ എനിക്കങ്ങ് ഹാപ്പി ആയേനെ, ഞാൻ അങ്ങ് സന്തോഷവാനായേനെ, ടോയ് എലിഫൻ്റ് മനസ്സിൽ വിചാരിച്ചു. നമസ്തേ, ഹൗ മേ ഐ ഹെൽപ്പ് യു, ആസ്ക് ദ ടോയ് ഷോപ്പ് കീപ്പർ. നമസ്തേ പറഞ്ഞു. ഹൗ മേ ഐ ഹെൽപ്പ് യു, ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ആസ്ക്ഡ് ദ ടോയ് ഷോപ്പ് കീപ്പർ ചോദിച്ചു. നമസ്തേ, ഐ വോണ്ട് ടു ബൈ എ ടോയ് ഫോർ മൈ സൺ. അവർ നമസ്തേ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഐ വോണ്ട് ടു ബൈ എ ടോയ്, എനിക്ക് എൻ്റെ മകന് വേണ്ടിയൊരു എനിക്കൊരു ടോയ് വാങ്ങിക്കണം. ഫോർ മൈ സൺ, എൻ്റെ മകന് വേണ്ടിയിട്ട്. അതാരാ പറഞ്ഞത്? ആ സ്ത്രീ പറഞ്ഞു, ഐ വോണ്ട് ടു ബൈ എ ടോയ് ഫോർ മൈ സൺ, എനിക്ക് എൻ്റെ മകന് വേണ്ടി ഒരു കളിപ്പാട്ടം വാങ്ങിക്കണം. സെഡ് ദ വുമൺ ലുക്കിംഗ് അറ്റ് ദ ടോയ്സ് ഇൻ ദ റാക്സ്. സെഡ് ദ വുമൺ പറഞ്ഞു, ലുക്കിംഗ് അറ്റ് ദ ടോയ്സ് ഇൻ ദ റാക്കിലുള്ള കളിപ്പാട്ടങ്ങളെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്. ഐ വോണ്ട് ദറ്റ് വന്ദേ ഭാരത് ട്രെയിൻ, എനിക്ക് ആ വന്ദേ ഭാരത് ട്രെയിൻ വേണം. സെഡ് ദ ലിറ്റിൽ ബോയ്, ആ ആൺകുട്ടി പറഞ്ഞു, പോയിൻറ്റിങ് ടു ദി ടോയ് ട്രെയിനിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാവും പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഐ വോണ്ട് ദാറ്റ് വന്ദേ ഭാരത് ട്രെയിൻ, എനിക്ക് ആ വന്ദേ ഭാരത് ട്രെയിൻ വേണം. ആരാ പറഞ്ഞത്? ദ ലിറ്റിൽ ബോയ്, കൊച്ചുകുട്ടി പറഞ്ഞു, ആൺകുട്ടി അവൻ പറഞ്ഞു. ഐ ബോട്ട് ദ വന്ദേ ഭാരത് ടോയ് ട്രെയിൻ. ഐ എന്താ വാങ്ങിച്ചത്? ഐ എന്ന് പറഞ്ഞാൽ പയ്യൻ്റെ പേര് പറയുന്നത് കേട്ടോ, വെറുതെ പറയുന്നത്. ഐ ബോട്ട് ദ വന്ദേ ഭാരത് ടോയ് ട്രെയിൻ. ഐ എന്ന് പറഞ്ഞാണല്ലോ, അവൻ വന്ദേ ഭാരത് ട്രെയിൻ വാങ്ങിച്ചു. ഐ ബോട്ട് ദ വന്ദേ ഭാരത് ടോയ് ട്രെയിൻ. ലിറ്റിൽ ബോയ് വാസ് ഹാപ്പി, ആ ആൺകുട്ടിക്ക് വലിയ സന്തോഷമായി. ദ ടു ഗേൾസ് കെയിം ഇൻ, രണ്ട് പെൺകുട്ടികൾ പിന്നീട് വന്നു. രണ്ട് പെൺകുട്ടികൾ വന്നു പിന്നീട്. ദ ടോയ്സ് ലുക്ക്ഡ് അറ്റ് ദം ഈഗർലി, കളിപ്പാട്ടങ്ങളിൽ അവരെ നോക്കി വളരെ ജിജ്ഞാസയോടെ. ഫ്രണ്ട്സ്, ഐ തിങ്ക് ദേ വുഡ് ലൈക്ക് ടു ഫ്ലൈ മീ, സെഡ് ദ എയറോപ്ലെയിൻ കോൺഫിഡൻ്റ്ലി. എയറോപ്ലെയിൻ പറഞ്ഞു. എങ്ങനെയാണ് പറഞ്ഞു? കോൺഫിഡൻ്റ് ആയിട്ടാണ് പറഞ്ഞു, നല്ല ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഫ്രണ്ട്സ്, കൂട്ടുകാരെ, ഐ തിങ്ക്, ഞാൻ വിചാരിക്കുന്നു, ദേ വുഡ് ലൈക്ക് ടു ഫ്ലൈ മീ, അവരെന്നെ പറപ്പിക്കാൻ ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് പറഞ്ഞു. ട്രിൻ, ഐ തിങ്ക് ദേ മേ ലൈക്ക് ടു പ്ലേ വിത്ത് മീ, തോട്ട് ദ ടോയ് ഫോൺ വിചാരിച്ചു. ഐ തിങ്ക് ദേ മേ ലൈക്ക് ടു പ്ലേ വിത്ത് മീ, അവരെന്നോടൊപ്പം കളിക്കാൻ ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് അവൻ വിചാരിച്ചു, ടോയ് ഫോൺ വിചാരിച്ചു. വൺ ഗേൾ ബോട്ട് എ മാർബിൾസ്. ആണ്ടാടാ, അപ്പോൾ മേടിച്ചത് എന്നാണെന്നറിയാം, മാർബിൾസാണ് മേടിച്ചത്.
വൺ ഗേൾ, ഒരു ഗേൾ മാർബിൾസ് മേടിച്ചു. എൻ്റെ മാർബിൾസ് ഗോലി, ഗോട്ടി എന്നൊക്കെ പറയുന്നതും കോട്ടയം ഭാഗങ്ങളിൽ വട്ടം എന്ന് പറയുന്നത് ഉരുണ്ട തട്ടിക്കളിക്കുന്ന ആ സംഭവത്തിനാണ് മാർബിൾ എന്ന് പറയുന്നത്. വട്ട്. വൺ ഗേൾ ബോട്ട് മാർബിൾസ്, ഒരു പെൺകുട്ടി മാർബിൾസൊക്കെ വാങ്ങിച്ചു. ആൻഡ് അതർ ബോട്ട് ദ ടോയ് എയറോപ്ലെയിൻ, മറ്റേ എയറോപ്ലെയിനെ വീണ്ടും അവൾ വാങ്ങിച്ചു, രണ്ടാമത്തോൾ വാങ്ങിച്ചു. വൺ ഗേൾ ബോട്ട് മാർബിൾസ് ആൻഡ് അതർ ബോട്ട് ദ ടോയ് എയറോപ്ലെയിൻ. ഒരു പെൺകുട്ടി ആ ഗോലിയും മേടിച്ചു, വേറൊരു പെൺകുട്ടി ടോയ് എയറോപ്ലെയിനും വാങ്ങിച്ചു. ആഫ്റ്റർ എ വൈൽ, കുറച്ച് കഴിഞ്ഞ്, എ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ കെയിം ഇൻ ടു ദ ടോയ് ഷോപ്പ്. കുറേ കുട്ടികളിഞ്ഞ് വന്നു. എ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ, കുറേ പിള്ളേർ അവരിഞ്ഞ് കയറി വന്നു. ഇൻ ടു ദ ടോയ് ഷോപ്പ്, ടോയ് ഷോപ്പിലേക്ക് വന്നു. വൗ, ഐ ലൈക്ക് ദിസ് ടോയ് എലിഫൻറ്റ്. അവർ പറഞ്ഞു, അയ്യോ ഈ ടോയ് എലിഫൻറ്റ് എനിക്കിഷ്ടമായി. ഐ ലൈക്ക് ദിസ് ടോയ് എലിഫൻറ്റ്, എനിക്ക് ഈ ടോയ് എലിഫൻറ്റിനെ ഇഷ്ടമാണ്. സെഡ് ദ ഗേൾ വിത്ത് ലോങ് ഹെയർ. ലോങ് ഹെയറുള്ള ആ പെൺകുട്ടി പറഞ്ഞു, ഈ ആനയുടെ രൂപം ഉണ്ടല്ലോ അതെനിക്ക് വലിയ ഇഷ്ടം, ആനയുടെ ടോയ്, അതൊരു പാവ പോലെയല്ലേ. ഐ ലൈക്ക് ദിസ് ടോയ് എലിഫൻറ്റ്, എനിക്ക് ഈ ടോയ് എലിഫൻറ്റിനെ ഇഷ്ടമാണ്. ഐ വിൽ ടേക്ക് ദിസ് സ്പിന്നിങ് ടോപ്പ്. അപ്പം വേറൊരുത്തം പറഞ്ഞു, ആരാ പറഞ്ഞേ? സെഡ് ദ ബോയ് വിത്ത് റെഡ് ക്യാപ്പ്, ചുവന്ന തൊപ്പി ധരിച്ച ആൺകുട്ടി പറഞ്ഞു, എനിക്ക് ഐ വിൽ ടേക്ക്, ഞാൻ എടുത്തോളാം, ഞാൻ എടുക്കും ഇത്. എന്താണ്? ഐ വിൽ ടേക്ക് ദിസ് സ്പിന്നിങ് ടോപ്പ്, ഈ കറങ്ങുന്ന പമ്പരമുണ്ടല്ലോ, കറക്കുന്ന പമ്പര, അതെനിക്ക് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. ഐ ലൈക്ക് ദീസ് ക്യൂട്ട് ഡാൻസിങ് ഡോൾസ് സെഡ് ദ ബോയ് ഇൻ ദ ബ്ലൂ ഷർട്ട്. ബ്ലൂ ഷർട്ട് ഇട്ട ബോയ് പറഞ്ഞു, ഐ ലൈക്ക് ദീസ് ക്യൂട്ട് ഡാൻസിങ് ഡോൾസ്, ഈ ഡാൻസിങ് ഡോൾസിന് എനിക്കിഷ്ടമാണ്. ആരാ പറഞ്ഞത്? ദ ബോയ് വിത്ത് റെഡ്, അല്ലല്ലോ, ദ ബോയ് ഇൻ ബ്ലൂ ഷർട്ട്, നീല ഷർട്ട് ധരിച്ച ആ ബോയ് പറഞ്ഞു. അതിൻ്റെ പടത്തെ ഡാൻസിങ് ടോയ്സ് ഉണ്ട്. ഈ ഡാൻസിങ് ടോയ്സ് എന്നെ കണ്ടപ്പോൾ ആ ആൺകുട്ടി പറഞ്ഞു, ദ ചിൽഡ്രൻ ബോട്ട് ദ ടോയ്സ്. ആൺകുട്ടികൾ എന്ത് ചെയ്തു? ഈ ടോയ്സൊക്കെ വാങ്ങിച്ചു. ദ ലെഫ്റ്റ് ദ ഷോപ്പ് ചിയർഫുള്ളി, അവർ സന്തോഷത്തോടു കൂടി ഷോപ്പ് വിട്ടുപോയി. ഇല്ല, വാങ്ങിച്ചോണ്ടാ പോയത് കേട്ടാ. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കേ ഞാനിപ്പോൾ എടുത്ത ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.